ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് ഏരിയയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസുകളാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയയുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സോ ഞാൻ ആദ്യം തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ വരച്ചു വെക്കുകയാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ. ഇതാണ് റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളില് ബേസ് നമുക്ക് അറിയില്ല. സോ ഞാൻ അത് എക്സ് എന്നെടുക്കുകയാണ്. ബേസ് നമുക്ക് അറിയാത്തത് കൊണ്ട് എക്സ്. One side of a right triangle is 7 centimeter longer than other എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്. ഒന്ന് എക്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇത് ഹൈറ്റ് എന്ന് പറയുന്നത് 7 പ്ലസ് എക്സ് ആവും, അല്ലെങ്കിൽ എന്താവും എക്സ് പ്ലസ് 7 ആവും. എന്ത് വേണമെങ്കിലും എഴുതാം. മറ്റേ സൈഡ് എന്താവും 7 പ്ലസ് എക്സ് ആവും, അല്ലെങ്കിൽ എന്താവും എക്സ് പ്ലസ് 7 എന്നാവും. ക്ലിയർ അല്ലേ? വെരി ഈസിയാണ്. ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ മറ്റേത് അതിനേക്കാൾ 7 കൂടുതലാണ് എന്ന് പറഞ്ഞാൽ മറ്റേത് എന്തായിരിക്കും? 7 പ്ലസ് എക്സ് ആയിരിക്കും. എന്തായിരിക്കും? 7 പ്ലസ് എക്സ് ആയിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും? നേരെ തിരിച്ചു എഴുതാം. നേരെ തിരിച്ചു എന്ന് പറഞ്ഞാൽ എന്തെഴുതാം? എക്സ് പ്ലസ് 7 എന്നും എഴുതാം. സോ ഏരിയയെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം എന്താണ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ. വെരി സിമ്പിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ. ഒന്ന് ഇക്വേഷൻ എഴുതി വെച്ചോളൂ. റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇത് ക്ലിയർ അല്ലേ? റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. സോ നേരെ ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ ഈ ഹാഫ് ഇല്ലേ, ഈ ഹാഫ് അതുപോലെ എഴുതി. ക്ലിയർ അല്ലേ? ഹാഫ് ഇൻറ്റു ഇതിലെ ബേസ് എത്രയാടാ? ബേസ് എക്സ്. സോ ഞാൻ ബേസ് എന്ന സ്ഥലത്ത് എക്സ് എന്ന് എഴുതി. ഹൈറ്റ് എന്ന സ്ഥലത്ത് എന്തെഴുതി? എക്സ് പ്ലസ് 7 എന്നും എഴുതി. എക്സ് പ്ലസ് 7. ഏരിയ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ് ഏരിയ? 60. സോ ഏരിയ എന്ന സ്ഥലത്ത് എന്തെഴുതാം? 60 എന്നും എഴുതാം. സോ ഇനി ഇതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോൺ അപ്ലൈ ചെയ്യുന്നത് എക്സ് ഇൻറ്റു എക്സ് നിങ്ങൾക്ക് അറിയാം, എക്സ് ഇൻറ്റു 7 അറിയാം. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? എക്സ് സ്ക്വയർ അല്ലെ? എക്സ് ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7x. ഇനി നേരെ നോക്കിയിരിക്കുക. ഇവിടെ ഒരു ഡിവൈഡഡ് ബൈ 2 ഉണ്ട്, നമ്മളെ എഴുതിയിട്ടില്ല. ഈ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് മറ്റേ സൈഡിലേക്ക് പോകുമ്പോഴേ അത് ഇൻറ്റു 2 ആയിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ഒരു സംഭവം മറ്റേ സൈഡിലേക്ക് ഈ ഡിവൈഡഡ് ബൈ 2 ഈ 2 ആണ് പോയത്. ഈ 2 മറ്റേ സൈഡിലേക്ക് പോകുമ്പോ എന്തായി? ഇൻറ്റു 2 എന്നായിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ഇനി ഈസിയാണ്. ഇനി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 7x. നമുക്ക് എല്ലാ ആളുകൾക്കും അറിയാം 60 ഇൻറ്റു 2 എത്രയാണ്? 60 ഇൻറ്റു 2 എത്രയാണ്? 120. ഇനി ഇവിടെ ചെയ്യേണ്ടത് ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ്, ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡിന്റെ പേരാണ് എന്ത്? സ്ക്വയർ കംപ്ലീഷൻ, അല്ലെങ്കിൽ അതിന് വേറൊരു പേരും പറയും കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. അല്ല, എന്താണ് പറയുക? സ്ക്വയർ കംപ്ലീഷൻ. മക്കളെ ഇതാണ് പറയുക, സ്ക്വയർ കംപ്ലീഷൻ. ഈ മെത്തേഡ് സോൾവ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? സ്ക്വയർ കംപ്ലീഷൻ. എക്സിന്റെ വാല്യൂ കാണുന്നതിന്. ഓക്കെ, സോ ഞാൻ ഇങ്ങനെ എഴുതുക. ഇങ്ങോട്ട് മാത്രം നോക്കിയിരിക്കുക. എക്സ് സ്ക്വയർ. ക്ലിയർ അല്ലേ? എക്സ് സ്ക്വയർ. ഓക്കെ, 7x അതും അതുപോലെ എഴുതി. എന്നിട്ട് ഈക്വൽ ടു 120 എന്നും എഴുതി. ഇനി ഇതിന്റെ രണ്ട് സൈഡിലും എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വെരി സിമ്പിൾ ആണ്. ഈ എക്സ് ഇല്ലേ, ഇവിടെ കിടക്കുന്ന ഈ എക്സ് ഇല്ലേ, എക്സ് അതിന്റെ കോയിഫിഷ്യന്റ് എന്താണോ വരുന്നത്, എക്സിന്റെ കോയിഫിഷ്യന്റ് 7,
അതിന്റെ ഹാഫിന്റെ സ്ക്വയർ ആണ് രണ്ട് സൈഡിലും ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയ 7, ആ 7ന്റെ ഹാഫ് എത്രയാണ്? 7/2. അതിന് സ്ക്വയർ ചെയ്യാം. അതിന്റെ ആൻസർ ഈ സൈഡിലും എഴുതി വെച്ചു ഞാൻ. ആൻസർ എന്താണ്? 7ന്റെ സ്ക്വയർ 49. 2ന്റെ സ്ക്വയർ എത്രയാണ്? 2. സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലും ഒരേപോലെ നമ്മൾ ചെയ്തു. സോ നമുക്കറിയാം ഇതിനെ നമുക്ക് എന്തെഴുതാം? എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ എന്നെഴുതാം. എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ എന്നെഴുതാം. ഇനി വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ്. ഓക്കെ ഇവിടെ 2ന്റെ സ്ക്വയർ നമ്മൾ ചെയ്തിട്ടില്ല അല്ലെ? ഓക്കെ 2 എന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 7 എന്നതിന്റെ സ്ക്വയർ 49. 2 എന്നതിന്റെ സ്ക്വയർ എത്രയാണ്? 4. ഓക്കെ, അങ്ങനെ ചെയ്യാൻ മറക്കരുത്. 7 എന്നതിന്റെ സ്ക്വയർ 49, 2 എന്നതിന്റെ സ്ക്വയർ 4. സോ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആടാ ഇനി നമ്മൾ ചെയ്യുന്നത്. വെരി സിമ്പിൾ ആണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇങ്ങനെ 120 into 4 അല്ലെ? ദെൻ 49 into ഇവിടെ ക്രോസ് ചെയ്യാൻ ആരുമില്ല, അപ്പൊ അതുപോലെ ഇട്ടാ മതി അല്ലെ? സോ 120 into 4 എത്രയാടാ? 120 into 4 എത്രയാണ്? 480 അല്ലെ? 49 into ആരുമില്ല, 49. ക്ലിയർ അല്ലേ? താഴെ ആ ഡിവൈഡഡ് ബൈ 4 അതുപോലെ എഴുതുക. ക്ലിയർ ആണോ? സോ ഇങ്ങനെയാണ് ആൻസർ വരിക. എക്സ് പ്ലസ് 7/2 ഹോൾ സ്ക്വയർ അല്ലെ? ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 480 49 ആഡ് ചെയ്യണം അല്ലെ? 480 ഒന്ന് സൈഡിൽ വേഗം ചെയ്ത് നോക്ക്. 49 ആഡ് ചെയ്യണം. സോ നമുക്ക് ആൻസർ കിട്ടും 912 അല്ലേ? ഇവിടെ 529 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? 529/4. അവിടെ ഒരു ബൈ 4 ഇല്ലേ? സോ വെരി സിമ്പിൾ ആണ്, വെരി സിമ്പിൾ ആണ്. ഇവിടെ ഈ സ്ക്വയർ ഞാൻ കളയുമ്പോൾ മറ്റേ സൈഡിൽ ഓട്ടോമാറ്റിക്കലി എന്ത് വരും? സിമ്പിൾ ആണ്. ഇവിടെ ഈ സ്ക്വയർ ഇല്ലേ, അത് പോയ സമയത്ത് ഓട്ടോമാറ്റിക്കലി ഈ സൈഡിൽ എന്ത് വന്നു? ഈ സൈഡിൽ എന്ത് വന്നു? റൂട്ട് എന്നുള്ളത് വന്നു. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു റൂട്ട് നേരെ പഠിക്കണം. വെരി ഇമ്പോർട്ടന്റ് ആണ് റൂട്ട് പഠിക്കല്. റൂട്ട് പഠിക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ വാട്ട് ഈസ് റൂട്ട് 529? റൂട്ട് 529 എന്നുള്ളത് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ്. എത്രയാണ് റൂട്ട് 529? 23. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ഏത് രണ്ട് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 529 കിട്ടുന്നത് എന്ന് നോക്കിയാലും മതി. ഓക്കെ അല്ലേ? സോ ഇത് 23. 4ന്റെ റൂട്ട് എത്രയാണ്? 2. ക്ലിയർ അല്ലേ? സോ ഇത് ഈസി ആയിട്ട് ഇനി കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ഇസ് ഈക്വൽ ടു ഇതൊന്ന് കാണേണ്ടത് എഴുതി അല്ലെ? ഇനി 23/2 അതുപോലെ എഴുതി. ഈ പ്ലസ് 7/2 ഇങ്ങോട്ട് വരുമ്പോ എന്താവും? -7/2 എന്നാവും. സോ ഇനി ഈസിയാണ്, വെരി ഈസിയാണ്. 23ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എത്രയാണ്? 16 അല്ലെ? 23ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ എത്രയാണ്? 16. സോ 16/2 എന്നുള്ളതായിരിക്കും നമ്മുടെ ആൻസർ. 8 എന്നുള്ളത് ഈസി ആയിട്ട് കിട്ടും. ഈസി ആയിട്ട് 8 എന്നുള്ള ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇതിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സൈഡുകളും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ. ഇതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ എന്ന് വിചാരിച്ചോ. ദിസ് ഈസ് അവർ റൈറ്റ് ട്രയാങ്കിൾ. ഇതിന്റെ ബേസ് ആണ് നമുക്ക് കിട്ടിയത്. എത്രയാണ്? ബേസ് എക്സ് അല്ലെ? മറ്റേത് അതിനേക്കാൾ 7 കൂടുതലാണ്. സോറി, ബേസ് എക്സ് എന്നുള്ളതിന്റെ പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് നമുക്ക് ഇവിടെ കിട്ടി എത്ര? 8 അല്ലെ? ബേസ് നമ്മൾ എക്സ് ആണ് എടുത്തിരുന്നത്. നമ്മൾ ബേസ് എടുത്തത് എക്സും ഹൈറ്റ് എടുത്തത് എന്തുവാണ്? ഹൈറ്റ് എടുത്തത് എന്തുവാണ്? എക്സ് പ്ലസ് 7 ആണ് എടുത്തിരുന്നത് അല്ലെ? സോ ഇവിടെ നമുക്ക് ആൻസർ പുട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് കൊടുക്കാം എക്സ് എന്ന സ്ഥലത്ത് നമുക്ക് എന്ത് കിട്ടും? 8. ബേസ് 8 കിട്ടി. മറ്റേത് എക്സ് പ്ലസ് 7 ആണ്. സോ എക്സ് എന്നുള്ളടത്ത് 8. 8 പ്ലസ് 7 എത്രയാണ്? 8 പ്ലസ് 7 എത്രയാണ്? 15. സോ രണ്ട് വാല്യൂ നമുക്ക് കിട്ടി. നമുക്ക് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് കിട്ടി. ഒരു സൈഡ് 8ഉം കിട്ടി, മറ്റേ സൈഡ് 15ഉം കിട്ടി. ഇനി നമുക്ക് ദാ ഈ ABC എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിളിന്റെ എല്ലാ ആളുകൾക്കും അറിയാം. റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് കിട്ടിയാൽ മൂന്നാമത്തെ സൈഡായ ഹൈപ്പോട്ടനസ് കാണാൻ പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി അല്ലെ? വെരി സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇത് 8th ഒക്കെ പഠിക്കുന്നതല്ലേ അല്ലെ? 15 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ അല്ലെ?
ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ, റൂട്ട് ഓഫ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ചെയ്യാം, അല്ലെങ്കിൽ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ചെയ്യാം. ഇത് ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 225 അല്ലെ. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 64. ഇത് രണ്ടും ആഡ് ചെയ്യുക അല്ലെ. 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 64 അല്ലെ. ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? 289 എന്ന് പറഞ്ഞാൽ 17 എന്ന് കിട്ടും. സോ ഈ ട്രയാങ്കിളിന്റെ എല്ലാ സൈഡും കണ്ടുപിടിക്കാനായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ട്രയാങ്കിളിന്റെ സൈഡ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത് ഒന്ന് പറഞ്ഞാൽ? ഫസ്റ്റ് സൈഡ് 8, സെക്കൻഡ് സൈഡ് 15, തേർഡ് സൈഡ് 17 എന്ന് കിട്ടി. അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അറിയാം, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 18ഉം മറ്റേ സൈഡ് 15ഉം ആണെങ്കിൽ പൈതഗോറിയൻ ട്രിപ്ലെറ്റ് വെച്ച് മറ്റേ സൈഡ് 17 എന്ന് വരും. അങ്ങനെയും ഇത് കണ്ടുപിടിക്കാം. ഇത് വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇപ്പൊ തന്നെ ചെയ്ത് പഠിക്കൂട്ടോ.